ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ അടുത്ത 15 ദിവസം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ അടുത്ത 15 ഡേയ്സ്. ഓക്കെ, സാമ്പത്തികമായിട്ട് ഇത്തിരി ഒന്ന് ഒരു പൊടിക്ക് ഒരു ഞെരുക്കം. അല്ലാന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തെങ്കിലും ക്യാഷ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ചെലവാക്കാനുള്ള പരിപാടികൾ ലൈഫിലോട്ട് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾ ഡാർക്ക്നെസ്സിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു സന്തോഷ വാർത്തകൾ നിങ്ങളുടെ അടുത്തോട്ട് വരിക. സന്തോഷപരമായിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് കേൾക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ നിങ്ങൾ കാണാനായിട്ട് നല്ല ആഠ്യത്വമുള്ള ആളുകളായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഒരുങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു യുവകോമളയും ആയിരിക്കാം. കാരണം നിങ്ങൾ ഒരുങ്ങി വന്ന് നിന്ന് കഴിഞ്ഞാൽ താലം എടുക്കേണ്ട ഒരു അവസ്ഥ എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ഒരു സിറ്റുവേഷൻസ്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ടാകാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രം, പള്ളി, ദേവാലയ ദർശനങ്ങൾ, അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പോകുന്നുണ്ടാകാം, തീരുമാനിച്ചിട്ടുണ്ടാകാം. പല ആളുകൾ തീരുമാനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു ട്രാവലിങ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു ട്രാവലിങ്, നിങ്ങൾക്ക് ഉള്ള ഒരു പരിപാടികൾ, അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ഭാര്യാസ്ഥാനം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്ഥാനം, ലവർ റിലേഷൻ, അങ്ങനെയുള്ളവരായിട്ട് ഇത്തിരി ഒന്ന് എന്താ പറയാ, സ്വരം ചീത്തയാകുന്നതിന് മുമ്പ് പാട്ട് നിർത്തുക എന്ന് പറയുന്നത് പോലെ ഇത്തിരി അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു വഴക്ക് കാര്യങ്ങളിലോട്ട് ഒന്ന് പോവാതെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ നിങ്ങൾ മനസ്സിൻ്റെ അകത്ത് രഹസ്യമായിട്ട് പല കാര്യങ്ങളും കൊണ്ടു നടക്കുന്നുണ്ട്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രഹസ്യബന്ധം ഉണ്ടാകാം, കുറച്ച് ആളുകൾക്ക്, എല്ലാവർക്കും അല്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രഹസ്യപരമായിട്ട് ഒരു തൊഴിലിനെ പറ്റിയോ അല്ല ഇനിയിപ്പോൾ ഏതെങ്കിലും കാര്യങ്ങളെ പറ്റിയോ പ്ലാൻ ചെയ്യുന്നുണ്ടാകാം. എനിക്ക് അത് വേണം, എനിക്കിങ്ങനെ രക്ഷപ്പെടണം, എനിക്ക് പല പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് എൻ്റെ ഒരു കാര്യത്തിലോട്ട് വരുത്തണം. ഏതെങ്കിലും വീട് മേടിക്കാനോ പറമ്പ് വാങ്ങിക്കാനോ സ്ഥല സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കോ അല്ലാന്നുണ്ടെങ്കിൽ വീട് പുതുക്കി പണിയാനോ സംതിങ് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാകാം. അല്ലെങ്കിൽ വിദേശത്തോട്ട് പോകാനോ, എനിക്ക് ഈ ജോലി എനിക്ക് ഇപ്പോൾ പറ്റില്ല, എനിക്ക് കുറച്ചും കൂടി നല്ലൊരു ജോലി വേണം, എനിക്കത് പ്ലാൻ ചെയ്യണം, അതിന് ഞാൻ ആരെയൊക്കെയാണ് നോക്കേണ്ടത്, എന്താണ് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിലോട്ട് ഒരു റിസൾട്ട് കിട്ടട്ടെ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. കാരണം ഒരു ഡാർക്ക്നെസ്സിൽ നിന്നും കുറച്ചും കൂടി ഒരു വെളിച്ചത്തിലോട്ട് വരുന്നൊരവസ്ഥ, ഒരു ഇരുട്ടിൽ നിന്നും കുറച്ചും കൂടി ഒന്ന് സുന്ദരമായിട്ടുള്ള പല കാര്യങ്ങളും കാണാൻ പറ്റുന്നൊരു കാര്യം. പക്ഷെ ഈ വഴക്ക് ഒന്ന് ഒഴിവാക്കുക. കുടുംബത്തിലുള്ള ആളുകളോടായിരിക്കാം, മക്കളോടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരോടെങ്കിലും ആയിരിക്കാം, വീട്ടുകാരോടായിരിക്കാം. ഒന്ന് വഴക്ക്. കാരണം നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഭയങ്കര ആശങ്കയാണ്. ചില സമയത്ത് നിങ്ങൾക്ക് പ്രതീക്ഷ നശിച്ചു പോകും, ചില സമയത്ത് നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടാവും.
ചില സമയത്ത് ഫുള്ളായിട്ട് അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഹോപ്പ് പോലെ പ്രതീക്ഷകളൊക്കെ വെക്കും. അപ്പൊ അതൊന്നും നടക്കുവോ ഇല്ലയോ എന്നുള്ള ഒരു ആങ്സൈറ്റിയുടെ ഇതിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഇത്തിരി ആയിട്ട് സ്ലോ ആയിട്ട് ദേഷ്യം വരും. അത് ഏതെങ്കിലും ആളുകളുടെ അടുത്ത് അറിയാതെ ആണെങ്കിലും പറഞ്ഞു പോകും. അത് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തായിരിക്കാം, മക്കളുടെ അടുത്തായിരിക്കാം, അതും അല്ലാന്നുണ്ടെങ്കിൽ കുടുംബത്തിലുള്ള ആളുകളുടെ അടുത്തായിരിക്കാം. അപ്പൊ നമ്മളതൊന്ന് കടിഞ്ഞാണിടുക, കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കടിച്ചു പിടിക്കുക. കാരണം നമ്മളുടെ ഒരു പ്രശ്നത്തില് നമ്മൾ നാട്ടുകാരുടെ അടുത്ത് എന്തോ ബഹളം ഉണ്ടാക്കിയിട്ടോ വീട്ടുകാരുടെ അടുത്ത് ബഹളം ഉണ്ടാക്കിയിട്ടോ കാര്യമില്ല. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ചൂടായിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചൂടായിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ പരസ്പരം വീട്ടുകാരുടെ അടുത്തോ നാട്ടുകാരുടെ അടുത്തോ ആരുടെ അടുത്തും ചൂടായിട്ട് കാര്യമില്ല. കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒരു വിഷമം മാറാൻ വേണ്ടി അടുത്ത പരിപാടികളിലോട്ട് അഡിഷൻ ആകാതിരിക്കുക. എന്താണെന്നുണ്ടെങ്കിലും മദ്യപാനമാണെങ്കിലും പുകവലിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്നല്ല, ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റുക, മാക്സിമം അത് മാറ്റുക. കാരണം ഇനി വ്യക്തികളുടെ കാര്യത്തിന് വേണ്ടിയിട്ടോ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടോ കടബാധ്യതയുടെ പേരിൽ എന്തിലൊക്കെ നമ്മൾ ടെമ്പററി ഹാപ്പിനെസ്സിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറ്റാൻ വേറെ പരിപാടികൾക്ക് പോകേണ്ടി വരും. അപ്പൊ അതൊന്ന് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അതിലോട്ടൊക്കെ ഒന്ന് പോവാതിരിക്കുക. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ പല കാര്യങ്ങളും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാകാം, പ്രാർത്ഥിക്കുന്നുണ്ടാകാം. പിന്നെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണോ ചെയ്തത് അതിനുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് നിയർ ഫ്യൂച്ചറിൽ കിട്ടുന്നതാണ്. നല്ല കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ, അല്ല ഇനിയിപ്പോൾ ചീത്ത പരിപാടികളാണെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ളൊരു കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നീതി കിട്ടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക കോടതിപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് എന്തെങ്കിലും ഒരു തീർപ്പുണ്ടാകണം. അത് ചിലപ്പോൾ വ്യക്തിയുടെ കാര്യത്തിലായിരിക്കാം കോടതിയുടെ പരിപാടി വരുന്നത്, മക്കളുടെ കാര്യത്തിലായിരിക്കാം, അതും അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്വത്ത് സംബന്ധമായിട്ടുള്ള പറമ്പ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അതിന് നിങ്ങൾക്ക് നീതി കിട്ടണം എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, നിങ്ങൾ പല രീതിയിലും വഴിപാടുകൾ കഴിച്ചിട്ടുണ്ട്. അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് അതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടി. എന്താണെന്നുണ്ടെങ്കിലും ഇത്തിരി സാമ്പത്തിക ഞെരുക്കവും ഇത്തിരി ദേഷ്യവും പ്രശ്നങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ചില ആളുകൾ എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള അഫെയറിലുള്ള ആളുകൾ അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വിളി എപ്പോൾ വരും, മെസ്സേജ് എപ്പോൾ വരും, എന്ത് വരും, എങ്ങനെ വരും. ഓക്കെ, ഒന്നല്ലെങ്കിൽ നിങ്ങളായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിരിക്കും എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ നിൽക്കുന്നത്. അപ്പൊ അത് എപ്പോഴാണ്, എന്താണ്, എനിക്ക് ആ വ്യക്തിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ, ഏതായിരിക്കും ആ വ്യക്തി, അതോ ചില ആളുകൾ ചിന്തിക്കുന്നത്. ചില ആളുകൾ ഇപ്പൊ നിങ്ങളാണ് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തി എപ്പോൾ വരും, ആ വ്യക്തി എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇനിയും എൻ്റെ അടുത്തോട്ട് തിരിച്ചു വരുമോ. കാരണം സാമ്പത്തിക ഇടപാടുകളൊക്കെ കുറച്ച് ആളുകൾ ചെയ്ത്